Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ കുറച്ച് idioms ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So, let's get started. First idiom ആണ് turn a blind eye. Turn a blind eye എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കുക എന്നാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടില്ലെന്ന് നടിക്കരുത്. അതെങ്ങനെ പറയും? Please don't turn a blind eye to what is happening. Please don't turn a blind eye to what is happening. അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് അർത്ഥം. Please don't turn a blind eye to what is happening. ഇനി സെക്കൻഡ് ഇഡിയം ആണ് thick skinned. thick skinned എന്ന് പറഞ്ഞാൽ തൊലിക്കട്ടിയുള്ള എന്നുള്ള അർത്ഥമാണ്. അതായത് നമുക്ക് ഇങ്ങനെ പറയണം, ഒരു രാഷ്ട്രീയക്കാരനായി ഇവിടെ ജീവിക്കണമെങ്കിൽ നിനക്ക് അത്യാവശ്യം നല്ല തൊലിക്കട്ടി വേണം. അതെങ്ങനെ പറയും? You do need to be thick-skinned to survive as a politician here. You do need to be thick-skinned to survive as a politician here. ഇനി മൂന്നാമത്തെ ഇഡിയമാണ് to add insult to injury. To add insult to injury. അതായത് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും, അതിനെ കൂടുതൽ മോശമാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് അപമാനിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, people were forced to work for longer hours and to add insult to injury, the company decided not to give pay raises. എന്ന് പറഞ്ഞാൽ എന്താണ്? people were forced to work for longer hours എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടി ആളുകളെ നിർബന്ധിതരാക്കി എന്നുള്ള അർത്ഥമാണ്. And to add insult to injury, the company decided not to give pay raises. ഇനി ഇത് കൂടാതെ കമ്പനി ശമ്പള വർധനവ് അല്ലെങ്കിൽ കൂലി കൂടുതലായിട്ട് കൊടുക്കാതിരിക്കാനും തീരുമാനിച്ചു എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത ഇഡിയമാണ് blessing in disguise. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിയുമ്പം നമുക്ക് അന്നേരം തോന്നും അത് വല്ലാത്ത ഒരു പ്രശ്നമായി പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരുന്നെന്ന്. സോ അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഇഡിയമാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അതായത് ആ ജോലി നഷ്ടപ്പെട്ടത് ശരിക്കും ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് അന്നേരം എനിക്ക് സങ്കടം തോന്നി, പക്ഷെ അത് നല്ലതിന് വേണ്ടി ആയിരുന്നു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? Losing that job was really a blessing in disguise. Losing that job was really a blessing in disguise. ആ ജോലി നഷ്ടപ്പെട്ടത് വളരെ ഒരു നല്ലതിന് വേണ്ടി ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. Losing that job was really a blessing in disguise. പിന്നെ അടുത്തതാണ് beat around the bush. beat around the bush എന്ന് പറഞ്ഞാൽ കാര്യത്തിലേക്ക് കടക്കാതെ അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വരുമ്പോൾ ആ പോയിന്റിലോട്ട് കടക്കത്തില്ല, അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ പറയും. സോ അന്നേരം നമുക്ക് പറയാം ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ഗെറ്റ് ടു ദ പോയിന്റ്. ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ഗെറ്റ് ടു ദ പോയിന്റ്. ഗെറ്റ് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാര്യത്തിലേക്ക് വരൂ എന്നുള്ളതാണ്. അതായത് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യത്തിലേക്ക് വരൂ എന്നാണ് മീനിങ്. ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ഗെറ്റ് ടു ദ പോയിന്റ്. ഇനി അടുത്ത ഇഡിയമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും, അതായത് സാധ്യത വളരെ കുറവാണ്. ഇപ്പം 5 വർഷത്തിൽ ഒരിക്കലായിരിക്കാം. ചില കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് വിരളമായിട്ടേ നടക്കാറുള്ളൂ. സോ അത്തരം കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. സോ അവർ ഞങ്ങളെ വല്ലപ്പോഴുമേ സന്ദർശിക്കാൻ വരാറുള്ളൂ എന്ന് അങ്ങനെ പറയും. They come to visit us once in a blue moon. They come to visit us once in a blue moon. അതായത് സാധ്യത വളരെ കുറവാണ്, ഒത്തിരി നാളുകൾ കൂടുമ്പോൾ വല്ലപ്പോഴും ഒന്നായിരിക്കും വരുന്നത്. They come to visit us once in a blue moon. ഇനി അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണ് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. അതായത് നമ്മൾ ആളുകളെ കണ്ട് അവരുടെ ആ കാഴ്ചയിൽ നിന്ന് അവരെ വിലയിരുത്തും. കുറച്ച് ബോൾഡായിട്ടൊക്കെ നടക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇവർക്ക് നല്ല കഴിവാണ് എന്ന് പറയും, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെ അല്ലായിരുന്നു. സോ അതിനാണ് നമ്മൾ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത്. സോ ഒരാളെ കണ്ടുകൊണ്ട് അവരെ വിധിക്കരുത് അല്ലെങ്കിൽ അവരെ വിലയിരുത്തരുത് എന്ന് പറയാൻ നമുക്ക് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇനി നമുക്ക് വയ്യ എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഇഡിയമാണ് അണ്ടർ ദ വെതർ.
സോ ഐ എം ബിറ്റ് അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യായികയാണ് എന്നുള്ള അർത്ഥമാണ്. ഐ എം ബിറ്റ് അണ്ടർ ദ വെതർ. അടുത്തതാണ് പോറിങ് മണി ഡൗൺ ദ ഡ്രെയിൻ. ഈ ഒരു ഫ്രേസിന്റെ മീനിങ് എന്ന് പറയുന്നത് പണം വെറുതെ കളയുക. അപ്പോൾ അവിടെ വെറുതെ കളയുന്നത് പോലെ എന്നുള്ള അർത്ഥമാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് അറിയില്ല നീ എന്തുകൊണ്ടാണ് ഇത്തരം ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്നത് അല്ലെങ്കിൽ പണം വെറുതെ കളയുന്നത്. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ വൈ യു ആർ pouring money down the drain on such useless things. ഐ ഡോണ്ട് നോ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. യു ആർ pouring money ഡൗൺ ദ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നീ പണം കളയുന്നത്, വെറുതെ കളയുന്നത് എന്നുള്ള അർത്ഥമാണ്. ഓൺ സച്ച് യൂസ്ലെസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് എന്നുള്ള അർത്ഥമാണ്. ഐ ഡോണ്ട് നോ വൈ യു ആർ pouring money ഡൗൺ ദ ഡ്രെയിൻ ഓൺ സച്ച് യൂസ്ലെസ് തിങ്സ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, വരവിനനുസരിച്ച് ജീവിക്കുക. അതായത് നമുക്ക് എത്ര കാശ് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിക്കാം. അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഇഡിയമാണ് ലീവ് വിതിൻ യുവർ മീൻസ്. വിതിൻ യുവർ മീൻസ് എന്ന് പറഞ്ഞാൽ വരവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ കാശൊന്നും ഇല്ലായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. സോ അത് എന്നെ വരവിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? ബീങ് സോ പുവർ ഡ്യൂറിങ് കോളേജ് ടോട്ട് മീ ഹൗ ടു ലീവ് വിതിൻ മൈ മീൻസ്. ബീങ് സോ പുവർ ഡ്യൂറിങ് കോളേജ് ടോട്ട് മീ എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചു എന്നാണ്. ബീങ് സോ പുവർ ഡ്യൂറിങ് കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജിലായിരുന്ന സമയത്ത് പാവപ്പെട്ടതായിരുന്നത് കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹൗ ടു ലീവ് വിതിൻ മൈ മീൻസ്, എങ്ങനെ വരവിനനുസരിച്ച് ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. ബീങ് സോ പുവർ ഡ്യൂറിങ് കോളേജ് ടോട്ട് മീ ഹൗ ടു ലീവ് വിതിൻ മൈ മീൻസ്. ഇനി അടുത്ത യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഷോപ്പ് അറൗണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ പല കടകളിൽ കയറി അതിൻ്റെ വിലയൊക്കെ കമ്പയർ ചെയ്യും, എന്നിട്ട് നമ്മളത് വാങ്ങും. സോ അങ്ങനെ പല കടകളിൽ കയറി വില കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഷോപ്പ് അറൗണ്ട്. സോ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നീ നിന്റെ പുതിയ കാർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പല കടകളിൽ കയറി കമ്പയർ ചെയ്തായിരുന്നു വില എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഷോപ്പ് അറൗണ്ട് വെൻ യു ആർ ലുക്കിംഗ് ഫോർ യുവർ ന്യൂ കാർ? ഡിഡ് യു ഷോപ്പ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ നീ പല കടകളിൽ കയറി വില കമ്പയർ ചെയ്തായിരുന്നു എന്നാണ്. വെൻ യു ആർ ലുക്കിംഗ് ഫോർ യുവർ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ നീ കാറിന് നോക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ഡിഡ് യു ഷോപ്പ് അറൗണ്ട് വെൻ യു ആർ ലുക്കിംഗ് ഫോർ യുവർ ന്യൂ കാർ. ഇനി നമ്മൾ പറയത്തില്ലേ, സംസാര വിഷയം. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചർച്ചയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസാര വിഷയമായിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ടോക്ക് ഓഫ് ദ ടൗൺ. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അവളുടെ ആ ലാസ്റ്റ് പെർഫോമൻസ് മുതൽ അവളാണ് ചർച്ചാ വിഷയം അല്ലെങ്കിൽ സംസാര വിഷയം എന്ന് പറയണം. ഷീ ഇസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ സിൻസ് ഹർ ലാസ്റ്റ് പെർഫോമൻസ്. ഷീ ഈസ് ദി ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞാൽ അവളാണ് ചർച്ചാ വിഷയം അല്ലെങ്കിൽ സംസാര വിഷയം എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തതാണ് സിറ്റ് ഓൺ ദ ഫെൻസ്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അതായത് അനിശ്ചിതത്വത്തിലാകുക എന്നൊക്കെ നമുക്ക് പറയാം. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഹി ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് മേക്കിംഗ് ഡെസിഷൻസ് ആൻഡ് ഈസ് എ മാൻ ഹൂ നെവർ സിറ്റ്സ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് മേക്കിംഗ് ഡെസിഷൻസ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാൻ അവനൊരു ഭയവുമില്ല എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഈസ് എ മാൻ ഹൂ നെവർ സിറ്റ്സ് ഓൺ ദ ഫെൻസ്, അതായത് അവൻ ഇങ്ങനെ തീരുമാനമെടുക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഒരിക്കലും ചിന്തിച്ചിരിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള അർത്ഥമാണ്. ഹി ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് മേക്കിംഗ് ഡെസിഷൻസ് ആൻഡ് ഈസ് എ മാൻ ഹൂ നെവർ സിറ്റ്സ് ഓൺ ദ ഫെൻസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.